മോസ്റ്റ് നേഴ്സസ് ആർ മിസ്സിംഗ് ദിസ് ഇൻ ദെയർ പ്രോഗ്രസ് നോട്ട്. നിങ്ങൾക്ക് ഹിക്വ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രസ് നോട്ട് ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഒന്നാമത്തത് റെസിഡന്റ് കണ്ടീഷൻ. നമ്മളുടെ ഡേയിൽ ആ റെസിഡന്റിന്റെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം. റെസിഡന്റ് അലേർട്ട് ആയിരുന്നോ, കോൺഷ്യസ് ആയിരുന്നോ, എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ, ഈ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നിങ്ങളുടെ ഡോക്യുമെന്റേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ റെസിഡന്റിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തതെന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് റെസിഡന്റിന്റെ വൈറ്റൽ സയൻസ് മോണിറ്ററിംഗ് ആണ്. ഇത് ഡെയിലി പ്രാക്ടീസിൽ വരുന്നൊരു കാര്യമല്ല, എങ്കിൽ പോലും ചില റെസിഡന്റ് എങ്കിലും ഒരു വീക്ക്ലി ഒപ്സിലോ ഡെയിലി ഒപ്സിലോ ഉള്ളവരായിരിക്കും. സോ ആ റെസിഡന്റിന്റെ ഒബ്സർവേഷൻ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റഡ് ആണെന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. മൂന്നാമത്തത് റെസിഡന്റിന്റെ പെയിൻ സ്റ്റാറ്റസും സ്കിൻ ഇന്റഗ്രിറ്റി സ്റ്റാറ്റസും. റെസിഡന്റ് എന്തെങ്കിലും പെയിൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പെയിൻ അസസ്മെന്റ് ഡീറ്റെയിൽസും അതിന് നിങ്ങൾ കൊടുത്ത ഇന്റർവെൻഷനും അതിനുശേഷം അതിന്റെ എഫക്റ്റീവ്നെസ്സും ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ സ്കിൻ ഇന്റഗ്രിറ്റിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ന്യൂ സ്കിൻ ഇന്റഗ്രിറ്റി കൺസേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡോക്യുമെന്റ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതില്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങളത് ഡോക്യുമെന്റ് ചെയ്യുക. അടുത്തത് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ചാർട്ട് മോണിറ്ററിംഗ് ആണ്. എല്ലാ റെസിഡന്റും നമ്മളുടെ ഫെസിലിറ്റിയിൽ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ചാർട്ട് മോണിറ്ററിംഗിൽ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ചാർട്ട് മോണിറ്ററിംഗിലുള്ള റെസിഡന്റിനെ ഡെഫിനറ്റ്ലി നിങ്ങളത് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം ഡോക്യുമെന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് കൂടാതെ ഏതെങ്കിലും റെസിഡന്റിനെ നിങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് ഫുഡ് ഇൻടേക്കോ ഫ്ലൂയിഡ് ഇൻടേക്കോ കുറവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും അത് ഡോക്യുമെന്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, വൂണ്ട് കെയർ മാനേജ്മെന്റ്, റീപൊസിഷനിങ്, ഈ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ പ്രോഗ്രസ് നോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് നെക്സ്റ്റ് ഡേയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്യുമെന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതുപോലുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.